ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഒരിക്കൽ ഒരു വ്യാപാരി ഒരു ഒട്ടകപ്പുറത്തിരുന്ന് കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അസുഖം ബാധിച്ചിരുന്ന ആ ഒട്ടകം വല്ലാതെ തളർന്നതിനാൽ അതിനെ കാട്ടിൽ ഉപേക്ഷിച്ച് അയാൾ ഒറ്റയ്ക്ക് തന്റെ യാത്ര തുടർന്നു. അത് കാട്ടിലുണ്ടായിരുന്ന ഇലകളും മറ്റും ഭക്ഷിച്ച് സ്വയം അസുഖം ഭേദമാക്കി സന്തോഷത്തോടെ പുറപ്പെട്ടു. ഒരു സിംഹവും കുറുക്കനും കാക്കയും ഒരുമയോടെ ആ കാട്ടിൽ ജീവിച്ചിരുന്നു. അവർ ആ ഒട്ടകത്തെക്കുറിച്ചറിഞ്ഞ് കാര്യം തിരക്കാനായി എത്തി. ഒട്ടകം നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. അങ്ങനെ അവർ 4 പേരും സുഹൃത്തുക്കളായി. ഒരു ദിവസം സിംഹം ഒരു ആനയെ വേട്ടയാടിയപ്പോൾ അത് മറിഞ്ഞ് താഴെ വീണ് വല്ലാതെ പരിക്കുപറ്റി. അതിന് പുറത്തു വരാനാവാതെ ഗുഹയിൽ തന്നെ ഇരിപ്പായി. സിംഹത്തിന് വേട്ടയാടാനും കഴിഞ്ഞില്ല. മറ്റുള്ളവയ്ക്കും ഇരതേടാൻ കഴിയാതെ എല്ലാവരും പട്ടിണിയായി. സിംഹം കുറുക്കനെയും കാക്കയെയും ഒട്ടകത്തെയും വിളിച്ചു. കുറുക്കച്ചാരെ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അടുത്തെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരൂ. കാക്കേ, നീ കിഴക്ക് ഭാഗത്തേക്ക് പോകണം. ഒട്ടകച്ചാരെ, നീ പടിഞ്ഞാറോട്ട് പോയി എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്ക്. നിങ്ങൾ 3 പേരും ഭക്ഷണവും കൊണ്ടായിരിക്കണം മടങ്ങി വരുന്നത്. ശരി, പോയിക്കോളൂ. അവർ 3 പേരും വെവ്വേറെ ദിശകളിലേക്ക് യാത്രയായി. പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല. അവർ വീണ്ടും കണ്ടുമുട്ടി ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ 3 പേരും കൂടി സിംഹത്തിന്റെ മുന്നിലെത്തി. സിംഹരാജാവേ, ഞാൻ എല്ലായിടത്തും തിരിഞ്ഞു നോക്കി. അങ്ങയുടെ വിശപ്പ് ശമിപ്പിക്കുന്നത് പോലെയുള്ള ഭക്ഷണം എവിടെയും കിട്ടിയില്ല. അതിനാൽ ഞാൻ എന്നെ തന്നെ ഭക്ഷണമായി തരികയാണ്. എടുത്തുകൊള്ളൂ. അരുത് മഹാരാജൻ, കാക്ക വളരെ ചെറുതാണ്. എനിക്ക് അങ്ങയുടെ വിശപ്പ് ശമിപ്പിക്കാനാവും. എന്നെ ഭക്ഷിച്ചുകൊള്ളൂ. അല്ല രാജാവേ, ഞാനാണ് ഒടുവിൽ വന്നത്. എനിക്ക് മാത്രമേ അങ്ങയുടെ അമിതമായ വിശപ്പ് ശമിപ്പിക്കാനാവൂ. മറ്റുള്ളവർക്ക് കഴിയില്ല. എന്നെ ഭക്ഷിച്ചുകൊള്ളൂ. ഓരോരുത്തരും അവരവരുടെ ആശയങ്ങൾ പറഞ്ഞാലും ഒട്ടകം ആശയം പറഞ്ഞ ഉടനെ സിംഹവും കുറുക്കനും അതിന്റെ മേൽ ചാടി വീണ് അതിനെ കൊന്നു തിന്നു. ഗുണപാഠം: നിങ്ങൾ എത്ര സൗഹൃദത്തോടെ പെരുമാറിയാലും കൗശല്യക്കാർ തക്ക സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനേ പരിശ്രമിക്കുകയുള്ളൂ. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ചാൽ അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സന്ദർഭം വരുമ്പോൾ ദുഷ്ടന്മാരുടെ സ്വഭാവം അവർ കാണിക്കുക തന്നെ ചെയ്യും.